വിരാട് കോഹ്ലിയും അനുഷ്ക ശർമ്മയും തമ്മിലുള്ള വിവാഹം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിവാഹങ്ങളിൽ ഒന്നായി മാറുന്നതിന് മുന്നേ കോഹ്ലിയുടെ ജീവിതത്തിൽ വിനോദ ലോകവുമായി അദ്ദേഹം ആവർത്തിച്ച് ബന്ധപ്പെട്ടിരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. ഈ സമയത്ത് പൊതുജന ശ്രദ്ധ ആകർഷിച്ച ഒരു ശ്രദ്ധേയമായ ബന്ധം ഋതിക സദ്ദേഹുമായുള്ള സൗഹൃദമായിരുന്നു. ഇപ്പോൾ ഇന്ത്യയുടെ ലോകകപ്പ് ജേതാവായ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ഭാര്യയാണ് അദ്ദേഹം. 2010 ഇന്ത്യൻ പ്രീമിയർ ലീഗ് സമയത്താണ് വിരാട് കോഹ്ലിയുടെയും ഋതിക രാജ് സച്ദേഹിന്റെയും കഥ ആരംഭിച്ചത്. സ്പോർട്സ് ടാലന്റ് മാനേജറായിരുന്ന ഋതിക ആ സമയത്ത് വിരാടിന്റെ പ്രാതിനിധ്യം കൈകാര്യം ചെയ്തിരുന്നു. വളരെ കാലം മുമ്പ് ഋതികയുടെ സഹോദരൻ ബണ്ടി സച്ദേഹുമായി കോഹ്ലി ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നതിനാൽ അവരുടെ പ്രൊഫഷണൽ ബന്ധം സ്വാഭാവികമായും അടുത്ത സൗഹൃദമായി വളർന്നു. വിരാടിന്റെ കരിയറിന്റെ തുടക്കത്തിൽ ബണ്ടി നിർണായക പങ്ക് വഹിച്ചു. ഇത് കോഹ്ലിയുടെ ആസ്തിയിലേക്ക് ഗണ്യമായി സംഭാവന നൽകിയ നിരവധി ബ്രാൻഡ് അംഗീകാരങ്ങൾ നേടാൻ അദ്ദേഹത്തെ സഹായിച്ചു. കോഹ്ലിയും ഋതികയും ഒരു സിനിമാ ഡേറ്റിൽ കണ്ടുമുട്ടി. 2013 സിംബാബ്വെക്കെതിരായ ഇന്ത്യയുടെ വിജയകരമായ പരമ്പരയ്ക്ക് ശേഷം മാധ്യമങ്ങൾ ഒരു പുതിയ സംഭവവികാസത്തെക്കുറിച്ച് വാർത്തകൾ നൽകി. കോഹ്ലി മുംബൈയിൽ ഒരു നിഗൂഢ പെൺകുട്ടിയുമായി കാണപ്പെട്ടു. പിന്നീട് അവൾ ഋതിക സജ്ദേഹായി മാറി. ആ വർഷത്തെ ഒരു സിനിമാ ഡേറ്റ് ഉൾപ്പെടെയുള്ള അവരുടെ പൊതുപ്രകടനങ്ങൾ ആരാധകർക്ക് പെട്ടെന്ന് ഒരു കൗതുകകരമായ വിഷയമായി മാറി. അവർ ഇരുവരെയും ബന്ധിപ്പിക്കാൻ തുടങ്ങി. ക്രിക്കറ്റ് വിനോദ മേഖലകളിൽ അവരുടെ അടുത്ത ബന്ധം പ്രസിദ്ധമായിരുന്നു. എന്നാൽ അവരുടെ പതിവ് യാത്രകൾ വാർത്തകളിൽ ഇടം നേടിയതോടെ മാധ്യമ പരിശോധനയുടെ തീവ്രത വർദ്ധിച്ചു. വർദ്ധിച്ചുവരുന്ന ദൃശ്യത ഉണ്ടായിരുന്നിട്ടും പ്രണയബന്ധത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ പലപ്പോഴും നിലനിന്നിരുന്നുവെങ്കിലും കോഹ്ലിയും ഋതികയും തങ്ങൾ വെറും സുഹൃത്തുക്കളാണെന്ന് വാദിച്ചു. ഒടുവിൽ ഋതിക സദ്ദേഹുമായുള്ള ബന്ധം അത്ര മികച്ചതായിരുന്നില്ല. 2017 ഡിസംബറിൽ അദ്ദേഹം പ്രശസ്ത ബോളിവുഡ് നടി അനുഷ്ക ശർമ്മയെ വിവാഹം കഴിച്ചു. കോഹ്ലിക്കും ഭാര്യ അനുഷ്കയ്ക്കും ഇപ്പോൾ ഒരു മനോഹരമായ കുടുംബമുണ്ട്. മകൾ വാമിക കോഹ്ലിയും മകൻ ആകായ് കോഹ്ലിയും. അതേസമയം രോഹിത് 2015 ഋതിക 2015 രോഹിത് ശർമ്മയെ വിവാഹം കഴിച്ചു. പിന്നീട് 2018 അവർക്ക് സമേറ ശർമ്മ എന്ന ഒരു പെൺകുഞ്ഞും ജനിച്ചു. എന്നിരുന്നാലും പുതിയ അഭ്യൂഹങ്ങൾ പെട്ടെന്ന് ശക്തി പ്രാപിച്ചു. അടുത്തിടെ നടന്ന ഒരു പരിപാടിയിൽ ഋതിക സദ്യയുടെ ചിത്രങ്ങൾ വൈറലായി. ഏകദിന ടെസ്റ്റ് ക്യാപ്റ്റൻ വീണ്ടും അച്ഛനാകുമെന്ന് സൂചന നൽകി. എന്നിരുന്നാലും ഈ വാർത്തയ്ക്ക് ഔദ്യോഗിക സ്ഥിരീകരണമൊന്നുമില്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം രോഹിത്തോ ഋതികയോ ഒരു പ്രസ്താവനയുമായി